الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك وأنعم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാം. കിതാബു തൗഹീദ്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള അറിയപ്പെട്ട അഖീദയുടെ കിതാബാണ്. അതിനു മുമ്പ് നിങ്ങൾ സലാസത്തുൽ ഉസൂൽ പഠിച്ചിട്ടുള്ളവരാണ്. ആ കിതാബ് എഴുതിയിട്ടുള്ള അതേ മുഅല്ലിഫ്, അതേ ഗ്രന്ഥകാരനാണ് നമ്മുടെ ഈ കിതാബും എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. സലാസത്തുൽ ഉസൂൽ ബോർഡ് എവിടെ വെക്കും? മറ്റേ പെന്നുണ്ട്. ഇതിന്റെ ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഒരു മുജദ്ദിദായിരുന്നു. ഷിർക്കും ഖുറാഫാത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു നാട്. അത് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലമായി അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും തൗഫീഖ് കൊണ്ടും 200 വർഷമായി ഇന്നും തൗഹീദിന്റെ ഒരു ഉത്ഭവം പോലെ ലോകത്തിന് മുഴുവൻ തൗഹീദി ദഅവത്ത് എത്തിക്കുന്ന ഒരു കേന്ദ്രമായി നിലനിൽക്കുക. ഇത് യഥാർത്ഥ വിജയകരമായ മൻഹജ്, ദഅവത്തിന്റെ യഥാർത്ഥ രീതി, അത് തൗഹീദിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ദഅവത്താണ് എന്നതിനുള്ള തെളിവാണ്. മറ്റ് പല മാർഗങ്ങളും ഇസ്ലാമിന്റെ വിജയത്തിനു വേണ്ടി, മുസ്ലിങ്ങളുടെ ഇസ്സത്തിനു വേണ്ടി മുന്നോട്ട് വെച്ച ചിന്തകന്മാരും നേതാക്കന്മാരും ഒക്കെയുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ദഅവത്തുകൾ, അവരുടെയൊക്കെ ആശയങ്ങൾ കുറെ രക്തച്ചൊരിച്ചിലിനും സംഘടനകൾക്കും കാരണമായി എന്നതൊഴിച്ചാൽ യാതൊരു ഗുണവും മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നില്ല. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹവും ആലു സഊദ് എന്ന് പറയുന്ന രാജകുടുംബവും അവർ സ്ഥാപിച്ച തൗഹീദിൽ അധിഷ്ഠിതമായ രാജ്യം അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, തൗഫീഖ് കൊണ്ട്, അവർക്ക് കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല, മറ്റെല്ലാ മുസ്ലിങ്ങളെയും പോലെ അവരും തെറ്റുകുറ്റങ്ങളുള്ളവരാണ്. പക്ഷേ തൗഹീദിൽ അവർ അടിയുറച്ചു നിൽക്കുന്നത് കൊണ്ട് അള്ളാഹു അവരുടെ നിർഭയത്വം നിലനിർത്തുന്നു. ലോകത്ത് ചരിത്രത്തിൽ മറ്റൊരു രാജ്യത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. നമുക്കറിയാം, 200 വർഷമായി ഈ രാജ്യം തുടരുന്നു. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. ഒരു 100 വർഷത്തിന്റെ പിറകിൽ അവർക്ക് യാതൊരു മേൽവിലാസവുമില്ല. മാത്രമല്ല, ഈ രാജ്യം, അതിന്റെ ഭരണം, അവിടുത്തെ ഭരണാധികാരികളുടെ മദ്ഹല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് തൗഹീദിൽ പടുത്തുയർത്തിയ ഒരു സമൂഹം. അതിനെ നശിപ്പിക്കാൻ പല ശത്രുക്കളും ശ്രമിച്ചു. ആദ്യത്തെ ഭരണകൂടം, ഇബ്നു അബ്ദുൽ വഹാബിന്റെ കൂടെ ഉള്ള മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ സ്ഥാപിച്ച ഭരണകൂടം അദ്ദൗലത്തു സഊദിയത്തുൽ ഊല എന്നറിയപ്പെടുന്ന ഒന്നാം ആലു സഊദ്, അവരെ ഒരു പ്രാവശ്യം അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതാണ് ശത്രുക്കൾ. അധികാരം നഷ്ടപ്പെട്ടു. 20 വർഷം കൊണ്ട് അവർ വീണ്ടും തിരിച്ചു വന്നു. ഇതേ ഭരണാധികാരിയുടെ മകൻ അല്ലെങ്കിൽ പേരക്കുട്ടി. വീണ്ടും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. വീണ്ടും 20 വർഷത്തിന് ശേഷം അതേ ഭരണകൂടം, അതേ ആദർശത്തിൽ, അതേ റൂട്ടിലുള്ള ഭരണം വീണ്ടും തിരിച്ചു വന്നു. ഇങ്ങനെ ഒരു പ്രതിഭാസം ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. അറിയാം, മറ്റ് പല കൂട്ടരും കമ്മ്യൂണിസ്റ്റ് ഭരണം അത് വന്നു. വലിയ വ്യാമോഹങ്ങൾ, വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിന്റെ ഹഖീഖത്ത് തിരിച്ചറിഞ്ഞപ്പോൾ ജനങ്ങൾ ആ ഭരണകൂടങ്ങൾക്കെതിരെ പുറപ്പെട്ടു. അവിടെ വീണ്ടും പഴയ മുതലാളിത്ത വ്യവസ്ഥ തിരിച്ചു വന്നു. ഇതുപോലെ ഓരോ ആദർശങ്ങളും ഒന്നിനും നിലനിൽപ്പില്ല. എന്നാൽ തൗഹീദിൽ പടുത്തുയർത്തിയ ഈ രാജ്യവും സമൂഹവും ഇന്നും നിലനിൽക്കുന്നു. അല്ലാഹു തആല ഇനിയും അവർക്ക് കൂടുതൽ തൗഫീഖ് ചെയ്യുകയും അവരുടെ തെറ്റുകൾ തിരുത്താനുള്ള സൽബുദ്ധി നൽകുകയും ചെയ്യുമാറാകട്ടെ. ഏതായിരുന്നാലും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഇന്നും ലോകത്ത് മനുഷ്യർക്ക് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലം, അദ്ദേഹത്തിന്റെ ഇസ്ലാഹിന്റെ ഫലം ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്തിൽ ആകർഷ്ടരായി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മറ്റു പല ഉലമാക്കളും ആണ് ലോകത്തിന്റെ നാനാഭാഗത്തും അദ്ദേഹത്തിന്റെ കാലശേഷം തൗഹീദ് പ്രചരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, വഹാബികൾ എന്നാണ് മുവഹിദുകളായ ആളുകൾ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹമാണ് ഇതിന്റെ സ്രോതസ് എന്ന്
ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും തൗഹീദ് പറയുന്നവൻ വഹാബിയാണ്. എന്തുകൊണ്ടാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മുവഹിദുകളുടെ ഒക്കെ ഹിദായത്തിൽ ഒരു സബബ് ആയിട്ടുണ്ട് റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അദ്ദേഹത്തിന്റെ ഈ കിതാബ് ഇത് പഠിക്കൽ ആവശ്യമാണ്. ഒരു പ്രാവശ്യം പഠിച്ചാൽ പോരാ. ഈ കിതാബിന്റെ പഠനം നമ്മൾ നിർത്താൻ പാടില്ല. ഒരു പ്രാവശ്യം ഇത് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വായിക്കണം. അതെന്തുകൊണ്ടാണ്? ഈ ഗ്രന്ഥം എഴുതിയ ഇബ്നു അബ്ദുൽ വഹാബിനോടുള്ള സ്നേഹം കൊണ്ട് അല്ല. അദ്ദേഹം നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷെ കാരണം അതല്ല. മറിച്ച് ഈ കിതാബിലുള്ളത് ആയത്തുകളും ഹദീസുകളുമാണ്. നമുക്കറിയാം ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് തൗഹീദാണ്. തൗഹീദിനേക്കാൾ വലിയ ഒരു ഇൽമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കിതാബിലുള്ള ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ തൗഹീദിന്റെ ആയത്തുകളാണ്. അതൊക്കെ ഈ കിതാബിലുണ്ട്. റസൂലിന്റെ ഹദീസുകളിൽ ഏറ്റവും അഫ്ളലായ ഹദീസുകൾ തൗഹീദിനെ കുറിച്ച് ഹദീസുകളാണ്. അതും അതിന്റെ പ്രധാന ഭാഗം ഈ കിതാബിൽ കാണാം. അതുകൊണ്ട് തന്നെ ഈ കിതാബ് ആവർത്തിച്ച് പഠിക്കണം. ഈ കിതാബിനെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. കിതാബു തൗഹീദ് എഴുതിയതിനു ശേഷം പിന്നെ ഇതുപോലെ ഒരു കിതാബ് വേറെ ആരും എഴുതിയിട്ടില്ല തൗഹീദിനെ കുറിച്ച്. ഇത്ര വിശാലമായി തൗഹീദുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മസ്അലകളും ഉൾക്കൊള്ളുന്ന ഒരു കിതാബ്, അതും കൂടുതൽ നീട്ടിപ്പരത്താതെ ആയത്തും ഹദീസും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഗുണപാഠങ്ങളും ചുരുങ്ങിയ വാക്കുകളിൽ ആണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ എഴുതിയിട്ടുള്ളത്. അതിൽ ഞാൻ കൂടുതൽ ആമുഖം നീട്ടുന്നില്ല. ഈ കിതാബിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ഇത് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ശരിക്കും മനസ്സിലാക്കാനും നമ്മുടെ തൗഹീദ് പുതുക്കി എപ്പോഴും സജീവമാക്കി നിലനിർത്താനും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു പൂർണ്ണമായ തൗഹീദോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം. ബിസ്മി കൊണ്ട് എഴുത്തുകൾ തുടങ്ങുക എന്നുള്ളത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതുന്ന സമയത്ത് എഴുതിയിരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റിസാലകൾ, കത്തുകൾ ആരംഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് സുന്നത്താണ്. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതും സുന്നത്തിൽപ്പെട്ടതാണ്. ഹംദും സലാത്തും പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഹംദും റസൂലിന്റെ പേരിൽ സലാത്തും ചൊല്ലുക എന്നുള്ളതും മുസ്തഹബായ കാര്യമാണ്. കിതാബു തൗഹീദ്, കിതാബു അത്തൗഹീദ്. നമുക്കറിയാം കിതാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗ്രന്ഥം. ആ വാക്ക് കിതാബുൻ എന്ന് പറയുന്ന അറബിയിലെ വാക്ക് ഉണ്ടായിട്ടുള്ളത് കാഫ് ത ബ എന്നുള്ള 3 അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഈ 3 അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ ജമാഅ, ഒരുമിച്ച് കൂടിയത് എന്നുള്ള ഒരു അർത്ഥമാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കുകൾക്കൊക്കെ അങ്ങനെ ഒരു അർത്ഥമുണ്ടാകും. ഖതീബ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലുള്ള ഒരു സംഘം, ഒരു ട്രൂപ്പ്, അതിനാണ് ഖതീബത്ത് എന്ന് പറയാം. അപ്പൊ കിതാബ് എന്ന വാക്ക് വരാനുള്ള കാരണം അക്ഷരങ്ങൾ കൂടി ചേർന്ന്, വാക്കുകൾ കൂടി ചേർന്ന്, ജുംലകൾ കൂടി ചേർന്നിട്ടാണ് കിതാബുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കിതാബ് എന്ന് പറയുന്നത്. ഇനി ഈ കിതാബിന്റെ വിഷയം അദ്ദേഹം തന്നെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്, കിതാബു അത്തൗഹീദ്, തൗഹീദിന്റെ കിതാബ്. ഈ കിതാബിൽ പറയുന്ന വിഷയം തൗഹീദാണ് എന്നർത്ഥം. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ എഴുതിയിട്ടുള്ളത് വഖൗലുല്ലാഹി എന്നുമുണ്ട്, വഖൗലില്ലാഹി, 2 രൂപത്തിലും വായിക്കാം. വഖൗലുല്ലാഹി എന്നാണെങ്കിൽ കിതാബു തൗഹീദ് എന്നതോടുകൂടി ആ സെന്റൻസ് അവസാനിച്ചു, കിതാബു തൗഹീദ്. പിന്നെ വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത സെന്റൻസ്. അതല്ല വഖൗലില്ലാഹി എന്നാണെങ്കിൽ കിതാബു തൗഹീദി വഖൗലില്ലാഹി, തൗഹീദിന്റെയും അള്ളാഹുവിന്റെ ഈ പറഞ്ഞ ആയത്തിന്റെയും വിഷയത്തിലുള്ള കിതാബ് എന്നായിരിക്കും അർത്ഥം. അപ്പൊ 2 രൂപത്തിൽ അത് വായിക്കാം എന്നതിനാണ് ആ 2 ഹറക്കത്തും കൊടുത്തിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഈ ആയത്തിന്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ കിതാബ്. ഈ ആയത്ത് എന്താണ് തൗഹീദ് എന്ന് വിശദീകരിക്കുന്ന ആയത്താണ്. നമുക്കറിയാം ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ.
അത്രയാണ് മത്നിൽ ഈ കിതാബിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആയത്തിന്റെ പൂർണ്ണരൂപം മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഞാൻ റിസ്ക് ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, തീർച്ചയായും അല്ലാഹു ആകുന്നു എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ, ദുൽ ഖുവ്വത്തിൽ മതീൻ, വളരെ വലിയ ഖുവ്വത്തുള്ളവൻ, അതിശക്തൻ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ അതിന്റെ അർത്ഥം അറബിയിൽ തന്നെ പറയാം. നിങ്ങൾ ഇവിടെ പഠിക്കുന്നവരാണ്, ഇത് മദ്രസയാണ്, അതുകൊണ്ട് ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെക്കാത്ത ഇൽമ് നമുക്ക് ഉപകരിക്കുകയില്ല. ഗാലിബൻ, അധികവും ഉപകാരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. വകുല്ലു സിർരിൻ ജാവസൽ ഇസ്നൈനി ശാഅ, ഒരു കവി പറഞ്ഞിട്ടുള്ളതാണ്. കുല്ലു സിർരിൻ ജാവസൽ ഇസ്നൈനി ശാഅ വകുല്ലു ഇൽമിൻ ലൈസ ഫീ അൽ ഖിർതാസി ളാഅ. ഏതൊരു രഹസ്യമാണോ രണ്ടാളെ കടന്നു പോകുന്നത്, രണ്ടാൾ കഴിഞ്ഞു, മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞത് ശാഅ, അത് പരന്നു കഴിഞ്ഞു, അത് പ്രചരിച്ചു കഴിഞ്ഞു. 2-3 ആളുകളെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2 ആള് മാത്രം അറിയുന്നതാണ് രഹസ്യം. മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞാൽ പിന്നെ അത് പരസ്യമായതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കുല്ലു ഇൽമിൻ ലൈസ ഫിൽ ഖർതാസ്, കടലാസിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഇൽമൊക്കെ ളാഅ, അത് പാഴാവാനുള്ളതാണ്, അത് മറക്കും, അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എഴുതി വെക്കുക. ഈ ആയത്തിലുള്ള വാക്കുകൾ, ഒന്ന് അൽ ജിൻ, നമുക്കറിയാത്ത വാക്കുകൾ. അൽ ജിന്നു, അറിയാത്തെന്ന് പറഞ്ഞാൽ സാധാരണ വളരെ പരിചയമില്ല ഉള്ള വാക്കുകളല്ലാത്ത ബാക്കിയുള്ള വാക്കുകൾ. അൽ ജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലമുൻ മുസ്തതിറുൻ അനിൽ അൻവാർ, ആലമുൻ മുസ്തതിറുൻ അൻ അൽ അൻവാർ, കാഴ്ചയിൽ നിന്ന് മറഞ്ഞ ഒരു ലോകം, മനുഷ്യന്റെ കാഴ്ചയിൽ പെടാത്ത ഒരു ലോകം. റാഷിദുണ്ടോ? റാഷിദുണ്ടോ പുറത്ത? ആലമുൻ മുസ്തതിറുൻ അനിൽ അൻവാർ, കണ്ണിൽ പെടാത്ത ഒരു ലോകം. അൽ ഇൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബനു ആദം, ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ് അൽ ഇൻസ്. അൽ ഇൻസ് എന്ന് പറഞ്ഞാൽ ബനു ആദം. യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ യുവഹിദൂൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു. ഇനി എന്താണ് ഇതിൽ അറിയാനുള്ള വാക്ക്? യഅ്ബുദൂൻ എന്നതിൽ ഇബാദത്ത് എന്നൊരു വാക്കുണ്ട്. ഇബാദത്തിൽ നിന്നാണ് യഅ്ബുദൂൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അറിയപ്പെട്ട തഅരീഫ്, നിർവചനം ശൈഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിർവചനം, അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ. നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. ഇസ്മുൻ ജാമിഉൻ, വിശാലമായ ഒരു വാക്കാണ്, സമഗ്രമായ ഒരു വാക്കാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനും പറയാവുന്ന, വയർല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും പറയാവുന്ന ഒരു പേരാണ്. അതെന്തൊക്കെയാവാം? മിനൽ അഖ്വാൽ, വാക്കുകളാവാം, വൽ അഅമാൽ, പ്രവർത്തികളാകാം, അല്ലാഹിറ, ബാഹ്യമായി കാണുന്ന രൂപത്തിലാവാം, വൽ ബാത്തിന, പുറത്തേക്ക് കാണാത്ത ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങളാവാം. അപ്പൊ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇബാദത്തിന്, എല്ലാ ഇബാദത്തും ഈ നിർവചനത്തിൽ ഉൾപ്പെട്ടു. അത് മനസ്സിലുള്ള ചിന്തകളാവാം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അതുപോലെ മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ദീനിന്റെ ശിആറുകളോടുള്ള തഅളീം, ബഹുമാനം, അതുപോലെ കുഫറിനോടും കുഫാറുകളോടുമുള്ള വെറുപ്പ്, ഇതൊക്കെ ഖൽബിലുള്ള ഇബാദത്തുകളാണ്, ബാത്തിനായിട്ടുള്ള ഇബാദത്തുകളാണ്. ലാഹിറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമസ്കാരം, ഹജ്ജ്, ഇങ്ങനെയുള്ള അമലുകൾ. പിന്നെ വാക്കുകൾ ഇബാദത്തിൽ ഉൾപ്പെടും. സലാം പറയുന്നത്, ഷഹാദത്ത് കലിമ ചൊല്ലുന്നത്, ദിക്റുകൾ പറയുന്നത്, ഖുർആൻ ഓതുന്നത്, ഇതൊക്കെ നാവ് കൊണ്ടുള്ള ഇബാദത്തുകളാണ്. അമലുകളായിട്ടുള്ള ഇബാദത്തുകൾ, നമ്മൾ പറഞ്ഞ നമസ്കാരവും ഹജ്ജും അതല്ലാത്ത മറ്റ് എല്ലാ ശാരീരികമായി ചെയ്യുന്ന അമലുകളും അതിലുൾപ്പെടും. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത്. ഇബാദത്ത് എന്നുള്ള വാക്ക് ഖുർആനിലോ ഹദീസിലോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതാനും ചില ബാഹ്യമായ പ്രവൃത്തികൾ മാത്രമല്ല ഉണ്ടാകേണ്ടത്, നേരെ മറിച്ച് വിശാലമായൊരു വാക്കാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹു എന്നെ രക്ഷിക്കും എന്നുള്ള സിഖത്ത്, ഉറച്ച
വിശ്വാസം, അള്ളാഹുവിലുള്ള തവക്കുൽ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇബാദത്ത് എന്നുള്ളത്. അതാണ് ഇബാദത്തിന്റെ അർത്ഥം. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് എന്ന് പറഞ്ഞാൽ കുല്ലു മാ യുൻതഫഉ ബിഹി, ഉപകാരമുള്ള എല്ലാ സാധനങ്ങളും, മനുഷ്യന് ഉപകാരമുള്ള എല്ലാം, അതാണ് റിസ്ക് എന്ന് പറയുന്നത്. ആ ഉപകാരം ഹലാലായ ഉപകാരമായിരിക്കാം, ഹറാമായ ഉപകാരമായിരിക്കാം. ഇപ്പൊ കള്ള് എന്ന് പറയുന്നത് അതിൽ ഒരു മൻഫഅത്തുണ്ട്, ഉപകാരമുണ്ട്. ആ ഉപകാരം എന്താണ്? ഫീഹിമ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. വഇസ്മുഹുമ അക്ബറു മിൻ നഫഇഹിമ, പക്ഷെ അതിന്റെ ഉപദ്രവമാണ് കൂടുതൽ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ മനുഷ്യന് ഉപകാരമുണ്ടോ അതൊക്കെ റിസ്ക് എന്നതിൽ ഉൾപ്പെടും. അത് ബാഹ്യമായി കാണുന്ന വസ്തുക്കളാവാം, ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളാവാം. അത് മാത്രമല്ല മാനസികമായ ആന്തരികമായ റിസ്ക്കും ഉണ്ട്. അള്ളാഹു തരുന്ന മനസ്സമാധാനം, അതുപോലെ ദീനിലുള്ള വിശ്വാസം, ഇതൊക്കെ റിസ്ക്കാണ്. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപകാരമുള്ള എല്ലാം. അല്ലാഹു തആല റിസ്ക് മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇനി അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു. അർ റസ്സാഖ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. എന്താണ് അർ റസ്സാഖ് എന്ന് പറഞ്ഞാൽ? കസീറുർ റിസ്ഖി ലിഖൽഖിഹി, തന്റെ സൃഷ്ടികൾക്ക് ധാരാളമായി റിസ്ക് കൊടുക്കുന്നവൻ. ഈ ലോകത്തുള്ള ഓരോ ജീവിയും അതിന് അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. കടലിനടിയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അതുപോലെ തന്നെ മാളത്തിൽ കഴിയുന്ന മനുഷ്യന് കാണാൻ സാധിക്കാത്ത ജന്തുക്കളുണ്ട്, ഉറുമ്പുകളുണ്ട്. എത്ര കോടി കണക്കിന് ജീവികൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇവക്കൊക്കെ റിസ്ക് കൊടുക്കുന്നതാരാണ്? അതാണ് കസീറുർ റിസ്ക്, ധാരാളം റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ടാണ് അർ റസ്സാഖ് എന്ന് പറഞ്ഞത്. ഫഅൽ എന്ന രൂപത്തിലുള്ള ഇസ്മ് മുബാലഗത്തിന്റെ രൂപമാണ്, അഥവാ ധാരാളം എന്ന അർത്ഥത്തിൽ പറയുന്നത്. കദ്ദാബ് എന്ന് പറഞ്ഞാൽ ധാരാളം കളവ് പറയുന്നവൻ. അർ റസ്സാഖ് എന്നുള്ളത് അല്ലാഹു തആലയുടെ ഇസ്മാണ്. അതിന്റെ അർത്ഥം കസീറുർ റിസ്ഖി, ധാരാളമായി റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വ എന്ന് പറഞ്ഞാൽ സാഹിബുൽ ഖുവ്വ. ദു എന്ന അറബിയിൽ പറഞ്ഞാൽ സാഹിബ്, ഒന്നിന്റെ അവകാശി, ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഒരു സംഗതി അത് ഉള്ളവൻ എന്നാണ് അർത്ഥം. ദു മാലിൻ എന്ന് പറഞ്ഞാൽ പണമുള്ളവൻ. ദു ഹസബിൻ നല്ല പാരമ്പര്യമുള്ളവൻ. ദു ജമാലിൻ സൗന്ദര്യമുള്ളവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വ, ശക്തിയുള്ളവൻ. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു മലയാളം വാക്ക് പോലെ ആയിട്ടുണ്ട്. നമ്മൾ പറയും ഖുവ്വത്ത് ഇല്ല എന്ന് പറയും. അൽ മതീൻ എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഖുവ്വ, നല്ല ശക്തിയുള്ളവൻ, വളരെയധികം ശക്തിയുള്ളവൻ. ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ദുൽ ഖുവ്വ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ. അൽ മതീൻ എന്ന് പറഞ്ഞാൽ നല്ല ധാരാളമായ ശക്തിയുള്ളവൻ. ഇത് അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. അപ്പൊ ഇത്രയും വാക്കുകളാണ് ഈ ആയത്തിലുള്ള ഗരീബ്. അറബിയിൽ ഗരീബ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത വാക്ക് എന്നല്ല, സാധാരണയുള്ള വളരെ ലളിതമായ വാക്കുകളല്ലാത്ത കുറച്ച് പരിചയക്കുറവ് തോന്നുന്ന വാക്കുകൾ. ഇനി ഈ ആയത്തിന്റെ ഗുണപാഠങ്ങൾ, ഇതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, അതാണ് ഈ ആയത്തിലൂടെ ഇദ്ദേഹം ഉദ്ധരിക്കാൻ തന്നെയുള്ള കാരണം. അന്നൽ ഹിക്മത മിൻ ഖൽഖിൽ ജിന്നി വൽ ഇൻസ്, ജിന്നിനെയും ഇൻസിനെയും അള്ളാഹു സൃഷ്ടിച്ചതിൽ പിന്നിലുള്ള ഹിക്മത്ത്, അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യാനല്ലാതെ. ഇവിടെ ഈ മാത്രം എന്നുള്ള അർത്ഥം എവിടെ നിന്നാണ് കിട്ടിയത്? അത് മറ്റ് തെളിവുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അഥവാ ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നാലേ അതിനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയുള്ളൂ. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ കാഫിറൂനിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നില്ല. നമുക്കറിയാം, മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, മക്കാ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു, അവർക്ക് പല ഇബാദത്തുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അള്ളാഹുവിനുള്ള ഇബാദത്തല്ല. കാരണം അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറ്റ് ഇലാഹുകൾക്ക് അവയുടെ ആരാധകന്മാർ ചെയ്യുന്ന ഇബാദത്ത് പോലെയല്ല.
അവർക്ക് ഒന്നിലധികം ഇലാഹുകളെ ആരാധിക്കാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണെങ്കിലേ അതിന് ഇബാദത്ത് എന്ന് പറയുകയുള്ളൂ. ഒരാൾക്ക് 10 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല, അതിന് വ്യഭിചാരം എന്നാണ് പറയുക. അതിന് ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറയുകയില്ല. അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണെങ്കിലേ അവൻ അള്ളാഹുവിനെ ആരാധിച്ചു, ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയുള്ളൂ. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ ഇതാണ് അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ ഹിക്മത്ത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണ്. അത് നമ്മൾ ഈ ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടിയല്ല. നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ സുഖങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയല്ല, എന്തെങ്കിലും അധികാരം നേടാൻ വേണ്ടിയല്ല. അതൊക്കെ ഈ ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത് ഇവിടെ വലിയൊരു പരീക്ഷണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം നടക്കാൻ വേണ്ടിയുള്ള സഹായകങ്ങളായിട്ടുള്ള ഘടകങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതൊക്കെ. സമ്പത്തായാലും ഭാര്യമാരായാലും മക്കളായാലും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് മാത്രമാണ്. അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ദുനിയാവിൽ മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകും. ഞാൻ ജീവിക്കുന്നത് വെറുതെയാണ് എന്നവന് തോന്നുകയില്ല. ഏത് സാഹചര്യത്തിലായാലും ചില ആളുകൾക്ക് ദാരിദ്ര്യം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്നവർക്ക് തോന്നും. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? അവർ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ ഇനിയൊരു അർത്ഥമില്ല. ഇത്ര വലിയ ദാരിദ്ര്യം വന്നു, കടങ്ങളുണ്ടായി, ഇനി ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പലർക്കും ആ കടം വീട്ടാനും സാധിക്കും, പക്ഷേ ഇത്ര വലിയൊരു സംഖ്യ ഇത് വീട്ടിക്കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഒരു വയസ്സനായിട്ടുണ്ടാകും. അപ്പൊ ഇത്രയും കാലം എനിക്കിനി ജീവിതം ആസ്വദിക്കാൻ എന്തായാലും സാധിക്കുകയില്ല എന്നായിരിക്കും അയാളുടെ ചിന്ത. അപ്പൊ ഇനി മരിക്കാം എന്ന് തീരുമാനിക്കും. അങ്ങനെ ധൈര്യമില്ലാത്തവൻ മരിച്ചതുപോലെ ജീവിക്കും. അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായ നിരാശയായിരിക്കും. അങ്ങനെ ഒരു നിരാശ ഒരു മുഅ്മിൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അവന്റെ ജീവിതത്തിലുള്ള ആത്യന്തിക ലക്ഷ്യം, അടിസ്ഥാനപരമായ ഹിക്മത്ത്, അവനെ അള്ളാഹു പടച്ചു വിട്ടത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തിന്റെ രൂപം പല അവസരങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അള്ളാഹു തആല ഒരു മനുഷ്യന് പലതരത്തിലുള്ള ഉബൂദിയത്ത്, പലതരത്തിലുള്ള അടിമപ്പണി അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കും. അത് ആ പണിക്കനുസരിച്ച്, ചെയ്യുന്ന അമലിനനുസരിച്ച് അവന്റെ സ്ഥാനം വ്യത്യാസപ്പെടും. ഒരാൾക്ക് നല്ല കടുത്ത തണുപ്പിൽ, കൊടും തണുപ്പാണ്, വെള്ളം തൊടാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള സമയത്ത് വുളു ചെയ്യണം നമസ്കരിക്കാൻ. ശരീരത്തിന് വലിയൊരു ഉപദ്രവം വരുമെങ്കിൽ ഉദ്റുണ്ട്. പക്ഷെ സാധാരണഗതിയിലുള്ള തണുപ്പാണെങ്കിൽ, അവന് രോഗം വരികയില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ വുളു ചെയ്യണം. അത് ഒരു ഉബൂദിയത്താണ്, അള്ളാഹുവിനുള്ള ഒരു ഉബൂദിയത്താണ്, ഒരു അടിമവേല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു പണിയാണ്. അതുപോലെ ചൂടുള്ള സമയത്ത് വുളു എടുക്കാൻ ഒരാൾക്ക് മനസ്സിൽ താല്പര്യം ഉണ്ടാകും. വുളു എടുക്കാൻ സമയം ആയോന്ന് നോക്കും നമസ്കരിക്കാൻ വേണ്ടി. അതും അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്. പക്ഷെ ഇത് രണ്ടും ഒരുപോലെയല്ല. ഈ കഷ്ടപ്പെടുന്നവൻ പ്രതിഫലം കൂടുതലുണ്ട്. ഇതുപോലെ ഓരോ സാഹചര്യങ്ങളിലും, ഏത് സാഹചര്യം വന്നാലും ചിലപ്പോ നമ്മുടെ സ്ഥാനം ഉയരുക മാത്രമാണ് ചെയ്യുക പ്രയാസങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ ഒരിക്കലും വിഷമിക്കാനില്ല. അവന് കടം കയറിയാൽ അവൻ കടം വീട്ടുക എന്നുള്ള ഇബാദത്തിലാണ്. അവന് കടമൊന്നുമില്ല, നല്ല സമ്പത്തുണ്ടെങ്കിൽ തന്റെ സമ്പത്ത് അനുഭവിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് മനസ്സിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അള്ളാഹുവിന്റെ നിഅമത്ത് മറ്റുള്ളവരോട് എടുത്തു പറയുക, അള്ളാഹുവിന്റെ അടിമകളായ മറ്റുള്ളവർക്ക് കഴിയുന്ന പോലെ സഹായം ചെയ്യുക എന്നുള്ള ഇബാദത്തിലായിരിക്കും. ഇങ്ങനെ ഏത് സാഹചര്യത്തിനും ഒരു മുഅ്മിൻ ഇബാദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കുന്നത് ഒരാൾക്ക് റാഹത്തുണ്ടാക്കുന്നതാണ്. മാത്രമല്ല നാളെ പരലോകത്ത് അവന് വിജയിക്കാൻ ഇത് മനസ്സിലാക്കിയേ തീരുകയുള്ളൂ. ഒരാൾക്ക് ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് ബോധമില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുക? നമുക്ക് സാധാരണ പറയാറുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് പഠിക്കുന്നത് എന്നൊരു ബോധമില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയെക്കുറിച്ചൊരു പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവുമില്ല. അവർ ഒരു നിലക്കും അവരെ നന്നാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. കാരണം അവർക്ക് ഒരു ലക്ഷ്യം ജീവിതത്തിലില്ല. നേരെ മറിച്ച് ഒരു ലക്ഷ്യമുള്ളവൻ അവൻ അതനുസരിച്ച് അധ്വാനിക്കും. ഇത് അറിയപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നമുക്ക് അറിയിച്ചു തരികയാണ്, ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അടുത്തതായി ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇസ്ബാത്തു വുജൂദിൽ ജിൻ,
ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗം, ഒരു സൃഷ്ടി അള്ളാഹുവിനുണ്ട്, അവരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം. ചില ആളുകൾ ഇത് നിഷേധിക്കുന്നവരുണ്ട്. ആധുനികത തലക്ക് പിടിച്ചിട്ട് ഇത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ജിന്ന് എന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്, അല്ലെങ്കിൽ അപരിഷ്കൃതരായ ബതുക്കളായ ആളുകളാണ്, അങ്ങനെ പ്രത്യേകിച്ച് സൃഷ്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് ശരിയല്ല. കാരണം ഇവിടെ അല്ലാഹു തആല അൽ ജിന്ന വൽ ഇൻസ, രണ്ട് വർഗങ്ങളായി മനുഷ്യരെയും ജിന്നിനെയും കുറിച്ച് പറയുകയുണ്ടായി. അപ്പം മനുഷ്യന് പുറമെ അൽ ജിൻ എന്ന് പറയുന്ന ഒരു വർഗം ഈ ലോകത്തുണ്ട്. ജീം, നൂൻ, നൂൻ, ഈ 3 അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു ജീമും 2 നൂനും, അത് കൂടിയിട്ടാണ് ഈ വാക്കുണ്ടായിട്ടുള്ളത്. ഈ 3 അക്ഷരങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ള വാക്കുകൾ ഒക്കെ അൽ ഇസ്തിതാർ, മറഞ്ഞിരിക്കുക എന്ന ഒരു ആശയം അതിലുണ്ടായിരിക്കും. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അർത്ഥങ്ങളായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾക്കൊക്കെ ഉണ്ടാവുക. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അൽ ജന്ന, സ്വർഗം. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? സ്വർഗം എന്ന് പറയുന്നത് അതിലുള്ള തോട്ടങ്ങൾ കൊണ്ട്, അതിലുള്ള മനോഹരമായ വൃക്ഷങ്ങൾ കൊണ്ട്, അത് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് പുറത്തു നിൽക്കുന്ന ആൾക്ക് ഉള്ളിലേക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അൽ ജുന്ന, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പരിച, അതിനകത്തിരിക്കുന്ന ആൾ മറിഞ്ഞിരിക്കും. അതുപോലെ അൽ ജനീൻ, ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന്, ഗർഭസ്ഥ ശിശുവിന് ജനീൻ എന്നാണ് പറയുക, പുറത്തേക്ക് കാണാൻ സാധിക്കുകയില്ല. മജ്നൂൻ, ബുദ്ധി മറഞ്ഞുപോയ ആളാണ്, അവന്റെ ബുദ്ധി പുറത്തേക്ക് കാണുന്നില്ല, അതുകൊണ്ട് ഉപയോഗമില്ല. ഇങ്ങനെ ഈ വാക്കുകൾക്കൊക്കെ അൽ ഇസ്തിതാർ എന്നൊരു അർത്ഥമുണ്ടാകും. ജിന്ന് എന്ന് പറയുന്ന വർഗം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ഇബ്ലീസിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, അവനും അവന്റെ കൂട്ടുകാരും അവന്റെ ആളുകളും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത നിലക്ക്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് കമാലു ഗിന, കമാലു ഗിന അല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ഗിന, അള്ളാഹുവിന്റെ ഐശ്വര്യത്തിന്റെ കമാൽ, പൂർണ്ണത. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അൽ ഗനിയു എന്നുള്ളത്. വല്ലാഹു ഹുവൽ ഗനിയു, അള്ളാഹു ആകുന്നു അൽ ഗനി. വ അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ആവശ്യക്കാരാകുന്നു. എല്ലാ മനുഷ്യരും, മനുഷ്യന്റെ ഒരു വസ്ഫുൻ ദാതി, അവന്റെ ശരീരത്തിലുള്ള, അവനെ വിട്ടുപിരിയാത്ത ഒരു വസ്ഫാണ്, ഒരു ഗുണമാണ് ഫഖർ എന്നുള്ളത്. മനുഷ്യൻ ആവശ്യക്കാരനാണ്. എത്ര വലിയ സ്ഥാനത്തെത്തിയാലും, എത്ര സമ്പന്നനായാലും മനുഷ്യൻ ഫക്കീറാണ്. ഒരു കാര്യത്തിനല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അവൻ ഫക്കീറായിരിക്കും. സമ്പത്തിന്റെ കാര്യത്തിൽ അവൻ സ്വാശ്രയനാണെങ്കിൽ, ആരെയും ആവശ്യമില്ലെങ്കിൽ, അവന്റെ ശരീരത്തിന് രോഗമുണ്ടാകും, അതിനവൻ ഒരു വൈദ്യരെ ആവശ്യമുള്ളവനാണ്. അവൻ അതിലും ആവശ്യക്കാരനല്ലെങ്കിൽ അവൻ വൈകാരികമായി അവന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ അവന്റെ മാതാപിതാക്കളും ഭാര്യമാരും മക്കളും ഒക്കെ അവൻ ആവശ്യമാണ്. ഒരു പിതാവ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും ചെറിയ ബുദ്ധിയില്ലാത്ത അവന്റെ കുട്ടിയെ കാണാതെ അവന് സമാധാനമില്ല. അവന്റെ മാനസികമായി ഫക്കീറാണ്. ഈ കുട്ടിയില്ലാതെ അവൻ ജീവിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഗനിയു, അവനാകുന്നു ഒന്നും ആവശ്യമില്ലാത്തവൻ, അവന് ഒരു ഫഖറുമില്ല. ഇതാണ് മൂന്നാമത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഞാൻ റിസ്ക് ഉദ്ദേശിക്കുന്നില്ല എന്നതിൽ നിന്നാണ് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു ഒരു നിലക്കുള്ള റിസ്ക്കും പ്രതീക്ഷിക്കുന്നില്ല. അത് ഭൗതികമായ വസ്തുക്കളാവട്ടെ, ഇങ്ങനെയുള്ള മാനസികമായ കാര്യങ്ങളാവട്ടെ, ഒരു നിലക്കുമുള്ള റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. നാലാമത്തെ ഫായിദ, നാലാമത്തെ കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അന്ന മസ്ദറ റിസ്ഖി മിനല്ലാഹി, റിസ്കിന്റെ സ്രോതസ് അള്ളാഹുവിൽ നിന്നാണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ സബബുകൾ അവൻ ചെയ്താലും അവന്റെ റിസ്ക് വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് റസ്സാഖ്. നമ്മൾ എത്ര പണിയെടുത്താലും, നമ്മൾ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും റിസ്ക് ആത്യന്തികമായി അള്ളാഹു നിശ്ചയിച്ചതേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ ഫായിദ ഇസ്മാതു ഇസ്മൈനി മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിന്റെ അസ്മാ അൽ ഹുസ്നയിൽപ്പെട്ട മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകൾ, അർ റസ്സാഖ് അൽ മതീൻ എന്നുള്ള 2 ഇസ്മുകൾ. അർ റസ്സാഖ് അൽ മതീൻ എന്നുള്ള 2 ഇസ്മുകൾ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്ത് വഖൗലുഹു, അവിടെയും വഖൗലിഹി എന്ന് വായിക്കാം. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആവുമ്പോൾ കിതാബു തൗഹീദും തൗഹീദിന്റെയും ഈ പറയുന്ന ആയത്തുകളുടെ വിശദീകരണവും ആയിട്ടുള്ള കിതാബ് എന്നായിരിക്കും അർത്ഥം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅസ്നാ,
തീർച്ചയായും നാം നിയോഗിച്ചിട്ടുണ്ട് ഫീ കുല്ലി ഉമ്മ, ഓരോ സമുദായത്തിലും റസൂലൻ, ഒരു റസൂലിനെ, അനിഅ്ബുദുല്ലാഹ, എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി. അവിടെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി എന്നാണ് അർത്ഥം. കാരണം നമുക്കറിയാം അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദ, ഖുർആന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ടാകും. അല്ലാഹു തആല ഒരു സ്ഥലത്ത് ഉഅ്ബുദുല്ലാഹ് അല്ലെങ്കിൽ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുക, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇബാദത്തുല്ലാഹി, അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന വാക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇബാദത്തുല്ലാഹി വഹ്ദഹു, അവനെ മാത്രം എന്നാണ്. മാത്രം എന്നതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാത്ത ഒരാൾ നമസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമസ്കരിക്കുക എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും വുളു എടുക്കണം എന്ന് പറഞ്ഞിട്ടല്ല. പക്ഷെ നമുക്കറിയാം വുളു ഇല്ലാത്തത് നമസ്കാരം എന്നതിന് പറയുകയില്ല. അതൊരു നാടകം, ഒരഭിനയം, വ്യായാമം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നതുപോലെ ഇവിടെയും ഉദ്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വജ്തനിബു ത്വാഗൂത്ത്, പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അള്ളാഹു ത്വാഗൂത്തിനെ, അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ആരാധ്യ വസ്തുക്കളുമാണ് ത്വാഗൂത്ത്, അതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് പറയാൻ വേണ്ടി എല്ലാ ഉമ്മത്തിലും റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഈ ആയത്ത് സൂറത്ത് നഹ്ലിലുള്ള ആയത്താണ്. അതിന്റെ ബാക്കി ഇങ്ങനെയാണ്, ഫമിൻഹും മൻ ഹദല്ലാഹ്, അങ്ങനെ അക്കൂട്ടരിൽ, ആ സമുദായങ്ങളിൽ ചിലരെ അള്ളാഹു ഹിദായത്തിലാക്കി. വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ദ്ദലാല, മറ്റു ചിലർക്ക് ദലാലത്ത് നിർബന്ധമായി. ഫസീറു ഫിൽ അർദി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുക, കളവാക്കിയ നിഷേധികളുടെ ആഖിബത്ത്, അവരുടെ അന്തിമ ഫലം, പരിണതി എന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇതിലുള്ള വാക്കുകൾ ബഅസ്ന എന്ന് പറഞ്ഞാൽ അർസൽന, പറഞ്ഞയച്ചു എന്നാണ്, നിയോഗിച്ചു. സാധാരണ അർസല എന്നുള്ള വാക്കാണ് നമുക്ക് പരിചയം. ബഅസ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ. പിന്നെ റസൂലൻ, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, റസൂൽ എന്ന് പറഞ്ഞാൽ മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വഉമിറ ബിതബ്ലീഗിഹി, മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ, ഏത് ഒരാൾക്കാണോ ഒരു ശറഅ് അല്ലാഹു വഹയായിട്ട് കൊടുത്തത്, പുതിയ ഒരു ശറഅ്, ഒരു നിയമവ്യവസ്ഥ, ഒരു ശരീഅത്ത് ആർക്കൊക്കെയാണോ അല്ലാഹു കൊടുത്തിട്ടുള്ളത് അയാളാണ് റസൂൽ. വഉമിറ ബിതബ്ലീഗിഹി, അതിന്റെ തബ്ലീഗ്, അത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നതും അദ്ദേഹത്തിന് ബാധ്യതയാണ്. ഈ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ള ആളാണ്, ഈ രണ്ട് കാര്യങ്ങൾ ഒത്തിട്ടുള്ള ആളാണ് റസൂൽ എന്ന് പറയുന്നത്. മൻ ഊഹിയ ഇലൈഹി ബിശറഅ, അയാൾക്കൊരു ശറഅ് അല്ലാഹു കൊടുത്തിരിക്കും. വഉമിറ ബിതബ്ലീഗ്, തബ്ലീഗ് എന്നുള്ള ദൗത്യം, ആ ശറഅ് പ്രചരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കും. ഇതാണ് റസൂൽ. നബി എന്ന് പറഞ്ഞാൽ എന്താണ്? നബി എന്ന് പറഞ്ഞാൽ മൻ അമറഹുല്ലാഹു ബിദ്ദഅവതി ഇലാ ശരീഅതി മൻ കാന ഖബ്ലഹു, തനിക്ക് മുമ്പുള്ള റസൂലിന്റെ ശരീഅത്തിലേക്ക് ദഅവത്ത് ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ആൾ. നബിയുടെ ഡ്യൂട്ടി ഒരു റസൂലിന്റെ ശരീഅത്തിലേക്ക് ക്ഷണിക്കലാണ്. റസൂലാണ് പുതിയ ശരീഅത്തുമായി കടന്നു വരുന്നത്. ഉദാഹരണത്തിന് ഹാറൂൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം റസൂലാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗറാത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ശരീഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് ഹാറൂൻ അലൈഹിസ്സലാമിന്റെ ദൗത്യം. അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ത്വാഗൂത്തിനെ ഒഴിവാക്കുകയും ചെയ്യുക, ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇജ്തനിബു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജാനിബുൻ എന്ന് പറഞ്ഞാൽ ഒരു വശം എന്ന അർത്ഥം. അൽ ജാനിബുൽ ഐമൻ വൽ ജാനിബു അൽ ജാനിബുൽ യമീൻ വ ജാനിബു ഷിമാൽ എന്ന് പറയും, വലതു ഭാഗം ഇടതു ഭാഗം. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ ഇബ്തഇദു, ഏത് വശത്താണോ ഈ വസ്തു ഉള്ളത്, എന്തിൽ നിന്നാണ് നമ്മൾ അകലുന്നത് ആ വസ്തു ഉള്ളത്, അതിനെ വിട്ട് മറ്റൊരു വശത്തേക്ക് മാറുക എന്നാണ് ഇജ്തനിബു എന്നതിന്റെ അർത്ഥം. അപ്പോ അത്തർക്കു മഅൽ ഇബ്തിആദ്, ഒരു കാര്യം ഒഴിവാക്കുക എന്ന് മാത്രമല്ല ഇജ്തിനാബ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന് തെർക്കുൻ എന്നാണ് പറയാറ്, അറബിയിൽ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക മാത്രമല്ല അതിന്റെ അടുത്ത് പോലും നിൽക്കാതെ അകന്നു പോവുക, അതാണ് ഇജ്തിനാബുൻ, ഇജ്തനബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. എന്തിനെയാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? അത്താഗൂത്ത്, താഗൂത്തിനെ. താഗൂത്ത് എന്നാൽ എന്താണ് അർത്ഥം? അതുണ്ടായിട്ടുള്ളത് തുഗ്യാൻ എന്ന വാക്കിൽ നിന്നാണ്. തുഗ്യാനൻ, തുഗ്യാൻ എന്ന് പറഞ്ഞാൽ പരിധി വിടുക.
ഫത്വഗൽ മാഉ, വെള്ളം പരിധി വിട്ടു. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പരിധി വിടുക എന്നുള്ളതാണ് തുഖ്യാൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നുണ്ടായതാണ് ത്വാഗൂത്ത് എന്നുള്ളത്, പരിധി വിട്ടവൻ. എന്ത് കാര്യത്തിൽ പരിധി വിട്ടവനാണ്? ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരു അടിമ ആരുടെ വിഷയത്തിലാണോ പരിധി വിട്ടിട്ടുള്ളത് അവനാണ് താഗൂത്ത്. എന്തൊക്കെ കാര്യത്തിലാണ് പരിധി വിടുക? മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുത്വാഅ, അത് മഅബൂദാവാം. ഒരാൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആ പരിധി വിട്ട് മറ്റൊരാൾ ആരാധിച്ചു, മറ്റേ വ്യക്തിയെ സ്നേഹിച്ച് പരിധി വിട്ട് ആരാധിച്ചു. ഔ മത്ബൂഇൻ, അല്ലെങ്കിൽ ഒരാളുടെ അനുയായിയായി മാറിയിട്ട് ഒരാളുടെ ഒരു കൽപ്പനകൾ അനുസരിച്ച് ദീനിനെതിരായിട്ടുള്ള കൽപ്പനകളും അനുസരിക്കാൻ തുടങ്ങി. ഔ മുത്വാഇൻ, അല്ലെങ്കിൽ അനുസരണ. ആദ്യത്തേത് ഒരു നേതാവായി അയാളെ തന്നെ പിന്തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി അദ്ദേഹത്തെ പിന്തുടർന്നു. അതുപോലെ തന്നെ ഒരാളുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അയാളുടെ കൽപ്പന ദീനിനെതിരാവുമ്പോഴും അത് പിന്തുടരുന്നു. ഇങ്ങനെ ഒരു അടിമ ആരുടെ വിഷയത്തിലാണോ പരിധി വിടുന്നത് അവനാണ് ത്വാഗൂത്ത് എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വത്തവാഗീതു കസീറൂൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം താഗൂത്തിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, താഗൂത്തുകൾ കുറെയുണ്ട്, പലതരത്തിലുള്ള താഗൂത്തുണ്ട്. റുഊസുഹും ഖംസ, അവരുടെ തലവന്മാർ 5 പേരാണ്. നിങ്ങൾ സലാത്തുൽ ഉസൂലിന്റെ വിശദീകരണത്തിൽ കേട്ടിരിക്കും. ഇബ്ലീസ് ആണ് ഒന്നാമത്തെ താഗൂത്ത്, ലഅനഹുല്ലാഹ്. ഇബ്ലീസ് ആണ് ആദ്യത്തെ താഗൂത്ത്. ഇബ്ലീസ് ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്, ആളുകളെ ഷർറിലേക്ക് ക്ഷണിക്കുന്നവനാണ്. രണ്ടാമത്തേത് മൻ ഗയ്യറ അഹ്കാമല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ നിയമങ്ങൾ മാറ്റം വരുത്തുന്നവൻ. അതുപോലെ തന്നെ മൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിച്ച് വേറെ നിയമങ്ങൾ കൊണ്ട് ഭരണം നടത്തുന്നവൻ. നാലാമത്തേത് മൻ ദഅ ഇലാ ഇബാദത്തി നഫ്സിഹി, തന്നെ ആരാധിക്കാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നവൻ. വ്യാജ ദൈവങ്ങൾ, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ നമുക്കറിയാം, അങ്ങനെ എന്നെ ആരാധിക്കൂ എന്ന് പറയുന്ന ആളുകൾ. അഞ്ചാമത്തേത് മൻ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ ബിൽ ഇബാദ, ഒരാളെ ആളുകൾ ആരാധിക്കുന്നു, അവൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടല്ല, പക്ഷെ ആളുകൾ ആരാധിക്കുമ്പോൾ അവൻ അതിൽ തൃപ്തിയാണ്, അത് പ്രതിഷേധമില്ല, അങ്ങനെയുള്ളവൻ. ഇതൊക്കെ താഗൂത്തുകളുടെ ഇനങ്ങളാണ്. ഇങ്ങനെയുള്ള പരിധിവിട്ട നേതാക്കന്മാർ, ഷെറിന്റെ നേതാക്കന്മാർ, അതാണ് താഗൂത്ത് എന്നതിന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇവിടെ മത്നിൽ ആയത്ത് എത്രയേ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ ബാക്കി ഞാൻ വായിച്ചു. ഫമിൻഹും മൻ ഹദല്ലാഹ്, ആ പ്രബോധിതരുടെ കൂട്ടത്തിൽ, സമുദായത്തിന്റെ കൂട്ടത്തിൽ ചിലരെ അല്ലാഹു ഹിദായത്തിലാക്കി. അതിൽ പറഞ്ഞ ഹദ എന്ന വാക്കിന്റെ അർത്ഥം വഫഖഹു ലിൽ ഖൈർ. ഹദ എന്ന് പറഞ്ഞാൽ വഫഖഹു ലിൽ ഖൈർ. നമുക്കറിയാം ഹിദായത്ത് 2 രൂപത്തിലുണ്ട്, ഹിദായത്തു ഇർഷാദ് വ ഹിദായത്തു തൗഫീഖ്. ഇർഷാദിന്റെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഖൈറും ഷർറും വിശദീകരിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ഇതാണ് ഖൈർ, ഇതാണ് ഷർ എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഹിദായത്ത് അല്ലാഹു തആല എല്ലാ മനുഷ്യന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അമ്മ സമൂദ ഫഹദൈനാഹും, സമൂദ് ഗോത്രത്തെ നാം ഹിദായത്തിലാക്കി. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, പക്ഷെ അവർ അന്ധതയാണ് തെരഞ്ഞെടുത്തത്. ഹിദായത്ത് വേണ്ട, അന്ധത മതി എന്നവർ തെരഞ്ഞെടുത്തു. ഇപ്പൊ സമൂദ് ഗോത്രം ഹിദായത്തിലായോ? ഇല്ല, നമുക്കറിയാം, അവർ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിദായത്തു ബയാൻ, ഹുദൻ ലിന്നാസ്. ഖുർആൻ എല്ലാ ജനങ്ങൾക്കുമുള്ള സന്മാർഗമാണ്. ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ മനുഷ്യർക്കും ഹലാലും ഹറാമും ഖുർആൻ വിശദീകരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ഹിദായത്ത് ഹിദായത്തു തൗഫീഖ്, അത് അല്ലാഹുവിന് മാത്രം സാധിക്കുന്നതാണ്. ഹിദായത്തു തൗഫീഖ് എന്ന് പറയുന്നത് ഒരാൾക്ക് മനസ്സിലായ ഖൈർ ചെയ്യാനുള്ള സൗഭാഗ്യം, അതിനുള്ള തൗഫീഖ്. തൗഫീഖ് എന്നുള്ള വാക്കിനെ ഉലമാക്കൾ പറയുന്നത് ഒരാളുടെ ഇറാദത്ത്, അയാളുടെ മനസ്സിലെ ഉദ്ദേശവും അള്ളാഹുവിന്റെ ഖദറും കൂട്ടിമുട്ടുന്നതാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ആ തൗഫീഖ്, സൗഭാഗ്യം ചെയ്യാനുള്ള സഹായം, അത് അള്ളാഹു നിന്ന് കിട്ടുന്നതിന് ഹിദായത്ത് എന്ന് പറയും. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹിദായത്താണ്. മറ്റുള്ളവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ദ്വലാല, അവരുടെ കൂട്ടത്തിൽ ചിലർക്ക് ദ്വലാലത്ത് നിർബന്ധമായി. എന്ന് പറഞ്ഞാൽ അവർ ദ്വലാലത്ത് തെരഞ്ഞെടുത്തു, അപ്പോഴേ അള്ളാഹു അവരതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. ഫലമ്മ സാഉ അസാഖ അല്ലാഹു ഖുലൂബഹും, അവർ പിഴക്കാൻ തീരുമാനിച്ചപ്പോൾ
അള്ളാഹു അവരെ പഴപ്പിച്ചു. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. ഇത്രയുമാണ് ഈ ആയത്തിൽ ഉള്ള വാക്കുകൾ. ഇതിന്റെ അർത്ഥം നമ്മൾ പറയുകയുണ്ടായി. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില പോയിന്റ്സ്, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഫായിദകൾ. ഒന്ന്, ബയാനു അന്നന്നാസ ലം യുത്രകു ഹമല. സലാത്തുൽ ഉസൂൽ പറഞ്ഞതുപോലെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാഹു തആല അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവൻ ലം യത്രുക്ന ഹമല വലൻ യത്രുക്കന സുദാ, അവൻ നമ്മെ വെറുതെ വിടുകയില്ല. വെറുതെ സൃഷ്ടിച്ചതല്ല, ഇനി നാളെ വെറുതെ വിടുകയുമില്ല. ഇപ്പൊ മനുഷ്യനെ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. ആ കാര്യം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാകും? ഇതിൽ നിന്ന് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ. എന്തിനാണ് പിന്നെ റസൂലിനെ പറഞ്ഞയച്ചത്? വെറുതെ സൃഷ്ടിച്ചതായിരുന്നെങ്കിൽ റസൂലിനെ പറഞ്ഞേക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലാഹു തആല നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല. അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞാൻ വെറുതെ, അബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കളിക്കൂലേ, നിസ്കാരത്തിൽ ചിലർ ചെയ്യും, അതുപോലെ ചെറിയ കുട്ടികൾ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ അലക്ഷ്യമായി ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് അബസ് എന്ന് പറയുന്നത്. അങ്ങനെ അബസായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചതാണോ? ഇത് അല്ലാഹു തആല നമ്മെ പേടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഉമൂമുർ റിസാലത്തി ലിജമീഇൽ ഉമം. എല്ലാ ഉമ്മത്തുകൾക്കുമുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഉമൂമിയത്ത്, അത് എല്ലാവർക്കും ഉള്ളതാണ്. മറ്റുള്ള മുർസലീങ്ങൾ, അമ്പിയാക്കൾ അവരുടെ ഓരോരോ സമുദായത്തിലേക്കായിരുന്നു വന്നിരുന്നത്. ഈസാ അലൈഹിസ്സലാം നമുക്കറിയാം, അദ്ദേഹം ബനു ഇസ്രായേലിലേക്കാണ് വന്നത്. അവരുടെ മാറ്റിത്തിരുത്തപ്പെട്ട ബൈബിളിൽ തന്നെ അത് പറയുന്നുണ്ട്. ബനു ഇസ്രായേലിലേക്ക്, ഇസ്രായേലിന്റെ മക്കളിലേക്ക്, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇടയനാണ് ഞാൻ എന്ന് പറയുന്നതായിട്ട്. അപ്പം ഈസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പറഞ്ഞയച്ചത് ബനു ഇസ്രായേലിലേക്കാണ്. അതുപോലെ ഓരോ നബിമാരെയും അള്ളാഹു തആല അതാത് സമുദായങ്ങളിലേക്കാണ് പറഞ്ഞയച്ചത്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖസായിസിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ സവിശേഷതകളിൽപ്പെട്ടതാണ് ഉമൂമു റിസാലത്തിഹി, അദ്ദേഹത്തിന്റെ റിസാലത്തിന്റെ വ്യാപ്തി അത് എല്ലാ സൃഷ്ടികൾക്കും, അസ്സഖലൈൻ, രണ്ട് വർഗങ്ങളിൽപ്പെട്ട ജിന്നും മനുഷ്യനുമായ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ബാധകമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈസാ അലൈഹിസ്സലാം അദ്ദേഹം അവസാന കാലത്ത് ഇറങ്ങി വരും എന്ന് നമുക്കറിയാം. ആ സമയത്ത് അദ്ദേഹം ഭരണം നടത്തുക, അദ്ദേഹം വിധിക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഇനി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുതൽ ഖിയാമത്ത് വരെയുള്ള ഓരോ മുക്കല്ലഫും, ഓരോ മനുഷ്യനും ജിന്നും വിശ്വസിക്കേണ്ടത്, പിന്തുടരേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെയാണ്. ഇതാണ് രണ്ടാമത്തെ ഫായിദ. മൂന്നാമത്തേത്, മുഹിമ്മത്തുർ റുസുൽ അദ്ദഅവതു ഇലാ ഇബാദത്തില്ലാഹി വൽ കുഫ്റു ബിമാ സിവാഹു. മുഹിമ്മത്തുർ റുസുൽ, മുർസലീങ്ങളുടെ പ്രധാന ദൗത്യം, അവരുടെ പ്രധാന ജോലി എന്താണ്? അദ്ദഅവതു ഇലാ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് ജനങ്ങളെ പഠിപ്പിക്കുക. അതാണ് റസൂലുമാരുടെ ദൗത്യം. ഇത് നിഷേധിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ കാണാം. നബിമാര് വന്നത് ഭരണം സ്ഥാപിക്കാനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. മൗലാന മൗദൂദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൂസയും ഫിർഔനും തമ്മിലുള്ള പ്രശ്നം ആരാണ് ആരാധ്യൻ എന്നതായിരുന്നില്ല, മറിച്ച് ആർക്കാണ് മിസ്റിന്റെ ഭരണം എന്നതായിരുന്നു. ഇങ്ങനെയുള്ള ദലാലത്തിനുള്ള മറുപടിയാണിത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂൽ, കുല്ലി ഉമ്മ, എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു പറഞ്ഞയച്ചത് ഇതിനു വേണ്ടിയാണ്. അതിൽ മൂസ അലൈഹിസ്സലാം പെട്ടു, എല്ലാ നബിമാരും പെട്ടു. നാലാമത്തേത്, ഇന്ന ഹിദായത്ത് തൗഫീഖി ഖാസ്സത്തുൻ ബില്ലാഹ്. ഹിദായത്ത് തൗഫീഖ്, ഒരാൾക്ക് ഹിദായത്ത് നൽകുക എന്നുള്ളത്, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ തരം ഹിദായത്ത് അഥവാ മനസ്സിലാക്കിയ ഖൈർ അമലിൽ വരുത്താനുള്ള സൗഭാഗ്യം നൽകുക എന്നുള്ളത്, അത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഒരേ വീട്ടിൽ നിന്ന് തന്നെ, ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചവരെ തന്നെ ഒരാളെ അള്ളാഹു തആല ഹിദായത്തിലാക്കുന്നു, ഒരാളെ അള്ളാഹു തആല ദലാലത്തിലാക്കുന്നു. എന്തുകൊണ്ട് ഹിദായത്തിലാക്കുന്നു? അത് അള്ളാഹുവിന്റെ ഫദ്ല്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. എന്തുകൊണ്ട് ദലാലത്തിലാക്കുന്നു? അത് അള്ളാഹുവിന്റെ അദൽ, ആ വ്യക്തി അത് അർഹിക്കുന്നില്ല. ഇതാണ് അതിനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സാധിക്കുന്നതാണ് ഹിദായത്ത് നൽകുക എന്നുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരന്മാർ 4 പുരുഷന്മാർ, അതിൽ 2 പേർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തു, 2 പേർ കാഫിറായി മരണപ്പെട്ടു. കാഫിർ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ശത്രുക്കളും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നവരുമായിരുന്നു.
ഒരാൾ. അബൂ താലിബ് നബി ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ കാഫിറായി തന്നെ മരിച്ചുപോയി. ഹംസയും അബ്ബാസും അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഇങ്ങനെ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് കൊടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ ആശ്വാസമുണ്ടാകും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ, അവരെ നമ്മൾ ഇത്ര ഉപദേശിച്ചിട്ടും ഒരു മാറ്റം കാണുന്നില്ല. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ദീനിന്റെ മാർഗത്തിലല്ല, തൗഹീദിലല്ല, സുന്നത്തിലല്ല, യഥാർത്ഥ സലഫു സാലിഹ്യങ്ങളുടെ മാർഗത്തിലല്ല, മാസിയത്തുകൾ ചെയ്യുന്നു. അതിൽ ഒരു പരിധി വിട്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഇത് ആരോടാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെക്കാൾ നല്ല സ്വഭാവമുള്ള ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഅവത്ത് ഫലിക്കുന്നില്ല എന്ന് കണ്ട് വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ നമ്മുടെ അമലിലെ കുറവ് കൊണ്ടോ ഒക്കെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പക്ഷേ പരിധി വിട്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദാഇയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യന്റെ മക്കളോ മറ്റോ പിഴച്ചുപോയിട്ടുണ്ടെങ്കിൽ അതിനെ അയാൾ കുറ്റം പറയേണ്ടതുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയാത്ത കാര്യം സാധുക്കളായ ഈ മനുഷ്യന്മാർക്ക് എങ്ങനെ സാധിക്കും? അത് അല്ലാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്, ഹിദായത്ത് കൊടുക്കുക എന്നുള്ളത്. മൂന്നാമതായി ഇതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി, നമുക്ക് തന്നെ ഹിദായത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ മതിമറക്കാതിരിക്കുക. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ അന്വേഷിച്ച് പഠിക്കും എന്ന് കരുതി മതിമറക്കാതിരിക്കുക. നമുക്കാർക്കും സാധിക്കുന്ന കാര്യമല്ല നമ്മെ തന്നെ ഒരു ഖൈറിലേക്ക് എത്തിക്കുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ദീനിന്റെ മസലകൾ മനസ്സിലാകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം അമൽ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അള്ളാഹുവേ എനിക്ക് ഹിദായത്ത് നൽകണം. സദാദ്, സദാദ് എന്ന് പറഞ്ഞാൽ അമ്പെയ്യുമ്പോൾ അത് ലക്ഷ്യത്തിൽ പോയി തറക്കുന്നതിനൊക്കെയാണ് സദാദ് എന്ന് പറയാം. അപ്പൊ കൃത്യത, എല്ലാ കാര്യവും എങ്ങനെയാണോ അള്ളാഹുവിന്റെ പരിപൂർണമായ തൃപ്തി ആ രൂപത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം, അതാണ് സദാദ് എന്ന് പറയുന്നത്. ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതാണോ അള്ളാഹുവിന് ഇഷ്ടം, ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും. അതിനേക്കാൾ നമ്മുടെ കണക്കിൽ നമ്മുടെ സാഹചര്യത്തിൽ അഫ്ദലായിട്ടുള്ള മറ്റൊരു പ്രവൃത്തി ഉണ്ടായിരിക്കാം. അതൊക്കെ മനസ്സിലാക്കി തിരിച്ചറിയാനുള്ള തൗഫീഖ്. അതുപോലെ തന്നെ ഹിദായത്തിന് വേണ്ടിയുള്ള പല പ്രാർത്ഥനകളും നമുക്കറിയാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഫാത്തിഹയിൽ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. കാരണം എന്താണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ് ഹിദായത്തു തൗഫീഖ്, തൗഫീഖിന്റെ ഹിദായത്ത്. അഞ്ചാമത്തെ ഫായിദ, ലാ യൽസമു മിൻ അംരില്ലാഹി ബിശൈഇ ഇറാദത്തുഹു ലഹു. അല്ലാഹു തആല ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു ഉദ്ദേശിച്ചു എന്നർത്ഥമില്ല. അഥവാ അല്ലാഹു ഇവിടെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, അതിനാണ് റസൂൽമാരെ പറഞ്ഞയച്ചത്. അങ്ങനെ അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു എല്ലാ മനുഷ്യരും ഈ കൽപ്പന അനുസരിക്കണം എന്ന ഒരു തീരുമാനം എടുത്തു എന്നതിനർത്ഥമില്ല. അല്ലാഹു ചില കാര്യങ്ങൾ കൽപ്പിക്കും പരീക്ഷിക്കാൻ വേണ്ടി, അത് ആളുകൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി. തെറ്റിദ്ധരിക്കാൻ പാടില്ല. അല്ലാഹു അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി റസൂൽമാരെ പറഞ്ഞയച്ചു, എന്നിട്ട് അവന്റെ ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അവന്റെ ഉദ്ദേശം മറികടന്നുകൊണ്ട് സൃഷ്ടികൾ ശിർക്ക് ചെയ്യുന്നതാണോ? അല്ല. നേരെ മറിച്ച് അവന്റെ ഇറാദത്തുൻ കൗനിയ്യ, അവന്റെ ഖദരിയായ പ്രാപഞ്ചികമായ ഉദ്ദേശം എന്താണ്? ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅതദ്നാ ലിൽ കാഫിരീന നാറൻ. അതാണ് അല്ലാഹുവിന്റെ പ്രാപഞ്ചികമായ ഉദ്ദേശം. അവൻ നരകവും സ്വർഗവും ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗം ആവശ്യമുള്ളവർക്ക്, അതാഗ്രഹിക്കുന്നവർക്ക് തൗഹീദ് സ്വീകരിക്കാം. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പനയുടെ ഉദ്ദേശം. ആറാമത്തെ കാര്യം, ഇസ്തിഹ്ബാബു അൽ-ഇഅ്തിബാർ ബിആഥാരിൽ ഖുറൂനിൽ ഊല. മുൻഗാമികളായ ഉമ്മത്തുകൾ അവരുടെ അവസ്ഥ, അവരുടെ ആഖിബത്ത്, അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഓർത്ത് ഇഅ്തിബാർ, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക. അല്ലാഹു തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. കാഫിറുകളുടെ, മുകദ്ദിബീങ്ങളുടെ ആഖിബത്ത്, അവരുടെ അന്തിമ ഫലം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോ ആഖിബത്താണ് പ്രധാനം. ഒരുപാട് കാലം വലിയ അധികാരവും സമ്പത്തും ഒക്കെ കൊണ്ടു നടന്ന ആളുകളുണ്ട്. പക്ഷെ കുഫറിന്റെയും ശിർക്കിന്റെയും ഫലമായി അവരെ അള്ളാഹു ദുനിയാവിൽ വെച്ച് നശിപ്പിച്ചു. ഫിർഔൻ നമുക്കറിയാം. ചില ഇസ്രായേലി റിവായത്തുകളിൽ, തഫ്സീറുകളിലൊക്കെ കാണുന്നത് 400 വർഷം ഫിർഔൻ ഭരിച്ചുവെന്നാണ്. അല്ലാഹു ആലം, അതിന്റെ സിഹത്ത് നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് അധികാരമുണ്ടായിരുന്ന ആളാണ് ഫിർഔൻ. ഫിർഔന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു സാധാരണ പൗരനായിരുന്നു ഖാറൂൻ.
ഖാറൂന്റെ താക്കോലുകൾ വഹിക്കാൻ ഒരു സംഘം ആളുകൾ വേണ്ടിയിരുന്നു. അത്ര വലിയ ഖജനാവുകൾ ഖാറൂനുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ രാജാവായ ഫിർഔൻ എന്തുമാത്രം വലിയ സമ്പന്നനും അധികാരിയുമായിരിക്കും. ഇങ്ങനെയുള്ള ഫിർഔൻ അള്ളാഹു എന്തു ചെയ്തു? അള്ളാഹു തആല വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആഖിബത്തിനെ കുറിച്ച്, ധിക്കാരികൾക്കുണ്ടായ ആഖിബത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല. വേദനാജനകമായ ശിക്ഷ അള്ളാഹു ശിക്ഷിച്ചു. എന്തിനാണ് അള്ളാഹു ഈ കഥകൾ ഖുർആനിൽ എടുത്തു പറയുന്നത്? അള്ളാഹു തആല ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ താക്കീത് ചെയ്യുകയാണ്. അകുഫാറുക്കും ഖൈറും മിൻ ഉലൈക്കും അം ലക്കും ബറാഅത്തുൻ ഫിസ്സുബുർ. ഇന്നുള്ള കുഫാർ, ഇന്നുള്ള നിഷേധികൾ അവരെക്കാൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളുകളാണോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു. അതുപോലെ തന്നെ മുൻഗാമികളായ ഫാസിഖുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടായിട്ടുണ്ട്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരുന്ന ആളുകൾ, അവരെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ കഥ അള്ളാഹു എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇഅ്തിബാറിന് വേണ്ടി. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നമ്മൾ ആരും അള്ളാഹുവിന് വലുപ്പമേറുകയില്ല. അള്ളാഹുവിനെ നമ്മെ ആരെയും ശിക്ഷിക്കാൻ ആരോടും സമ്മതം ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക. ആ കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സലാത്തുൽ ഉസൂലിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫമൻ അതാഅർ റസൂൽ ദഖലൽ ജന്ന ഫമൻ വലകിൻ അർസല ഇലൈക്കും റസൂല ഫമൻ അതാഅർ റസൂല ദഖലൽ ജന്ന ഫമൻ അസാഹു. സലാത്തുൽ ഉസൂലിന്റെ മത്നിൽ റസൂലിനെ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. എന്നിട്ട് ഈ ആയത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആരാണോ ഈ റസൂലിനെ അനുസരിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ആരാണ് ധിക്കരിക്കുന്നത് അവനെ അല്ലാഹു ശിക്ഷിക്കും. അതിന് ഈ ആയത്ത് തെളിവാണ്. ഇതാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഈ മത്ന് ആർക്കെങ്കിലും ഹിഫ്ളാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഹിഫ്ളാക്കുക. യാതൊരു നഷ്ടവുമില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആനും ഹദീസും അല്ലാത്ത ഒന്നും ഈ മത്നിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. അപൂർവമായി ചില ഖൗലുകൾ ചില ഉലമാക്കളുടെ, ഇബ്നു തൈമിയ്യയുടെയും അതുപോലെ ഇബ്നു കസീറിന്റെയും ഒക്കെ ചില ഉദ്ധരണികളുണ്ട്. ബാക്കിയൊക്കെ അള്ളാഹുവിന്റെ കലാമാണ്, റസൂലിന്റെ ഹദീസുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും തൗഹീദോടുകൂടി ഇഖ്ലാസോടുകൂടി കലിമത്തു തൗഹീദ് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أصلح لنا نياتنا وذرياتنا اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.